നമസ്കാരം. ഇത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ്. അത് ആണും പെണ്ണും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അന്നൊക്കെ ഈ ഡിഗ്രി, BA, BCom, BSc എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഉന്നത ബിരുദം. ചിലർ ഗേറ്റിൻ്റെ അവിടെ സൈഡിൽ പേരെഴുതി വെക്കൂലേ, വീട്ടുപേരൊക്കെ ഗേറ്റിൻ്റെ പില്ലറുമ്മൽ. അപ്പോൾ പേരെഴുതിയിട്ട് BSc അല്ലെങ്കിൽ BA, MA ഒക്കെ ടോപ്പ് റാങ്കാണ്. അങ്ങനെയൊക്കെ എഴുതി വെക്കും. അതായത് ഡിഗ്രിക്കാരൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, അപ്പം ചെറുപ്പത്തിൽ അവൻ പഠിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് 7ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തിയ ആളാണ്. അവൻ 10ാം ക്ലാസ് എഴുതിയെടുത്തു, SSLC പാസ്സായി. പിന്നെ അവൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസാണ് എങ്ങനെ പ്രൈവറ്റായിട്ട് അവൻ ഡിഗ്രിയും എടുത്തു. അപ്പം ഇവൻ്റെ ഒപ്പം വളർന്നു വരുന്ന ഒരു പെണ്ണുണ്ട് അവരുടെ അയൽവക്കത്ത്. ഈ പെണ്ണ് കുറച്ച് റിച്ചാണ്. ഇവൻ്റെ വീട്ടിൽ ഒന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടാളും ഈ കമ്പൈൻ സ്റ്റഡി ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ മുറി മുകളിലാണ്. പഴയ ഒരു ഓടിട്ട വീടാണ്. അപ്പോൾ മുകളിൽ കയറും. രണ്ടാളും കൂടി കയറി കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്താലും ഇവരാരും പോയി ശ്രദ്ധിക്കാറില്ല. കാരണം വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞല്ലേ, ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു VIP സ്റ്റാറ്റസാണ്. പിന്നെ ഇവനെപ്പറ്റി വലിയൊരു മോശം അഭിപ്രായമൊന്നും ആർക്കുമില്ല. പക്ഷെ ആണും പെണ്ണും അല്ലേ, ഈ സാധനം എന്തിനുള്ള. ഇവർ തമാശക്ക് ഒരു ദിവസം കിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവന് നല്ല ത്രില്ല്. ഈ ബുക്കും ആ വൈബ് ഒറ്റക്ക് വെള്ളമുറിയിൽ, അതായത് ജനല തുറന്നിട്ട് കാറ്റിങ്ങനെ നല്ലോണം കിട്ടും. കുറേ ദൂരത്തേക്ക് കാണാം. പഴയ മോഡലൊരു വീടാണ്. ഇവളുടെ ഡ്രസ്സൊക്കെ കഴിച്ച് നെയ്ക്കടാക്കി കളിച്ചു. പെണ്ണിന് നല്ല ത്രില്ലായി. അങ്ങനെ ഡെയിലി തുടങ്ങിയ പരിപാടി. കളി എന്ന് പറഞ്ഞാൽ അന്യായ കളി, പല മോഡലും. കാരണം ഇതൊരു കിളന്ത് ഡിഗ്രി കഴിഞ്ഞൊരു പെണ്ണ്, ഇവനും ഫ്രഷ്, അവളും ഫ്രഷ്, എന്തിനു പറയണം. അപ്പോൾ ഇവന് ഒരു കാര്യം ചെയ്ത്, ഇവന് B.Ed ചെയ്തിട്ടൊരു മാഷാകണം എന്നുള്ളതാണ് അവൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അവനെങ്ങനെയായാലും ഇവിടെ കിട്ടാനില്ല കേരളത്തിൽ. വടക്കേ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് 1 ലക്ഷം രൂപ എന്തോ ചിലവായിട്ടുള്ളൂ. അവിടെ താമസിച്ച് B.Ed എടുത്തു. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഇവന് മാഷായിട്ട് സ്കൂളിൽ കയറും. ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിലൊക്കെ കിട്ടണമെങ്കിൽ PSC എഴുതി കാത്തിരിക്കുകയൊക്കെ വേണ്ട. അപ്പോൾ ഇവന് പൈസ കൊടുത്ത് കയറണമെന്നാണ്. അപ്പോൾ ഈ ക്യാഷില്ല അവൻ്റെ കയ്യിൽ. അപ്പോൾ ഈ പെണ്ണ് ഇവനുമായിട്ട് ഭയങ്കര പ്രേമം ഇതൊക്കെയല്ല. അപ്പോൾ ഇവൻ ഇവളെ കെട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ കളി മുഴുവൻ കളിച്ചത്. അപ്പോൾ ഇവൻ ചെന്നിട്ട് ഇവളുടെ വീട്ടിൽ ഇവളുടെ ഫാദറോട് പറഞ്ഞു, എനിക്കിങ്ങനെ 1 ലക്ഷം രൂപ, അന്ന് 1 ലക്ഷം, ഇന്ന് 40-50 ഒക്കെ കൊടുക്കണം ഒരു മാഷിൻ്റെ ജോലി കിട്ടാൻ. അന്ന് 1 ലക്ഷത്തിന് വാല്യൂ ഉണ്ട്. അങ്ങനെ ഇവൻ ഇയാളോട് ആവശ്യപ്പെടും, ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിക്കോളാം, എനിക്കിങ്ങനെ നമ്മുടെ അടുത്തൊരു സ്കൂളിൽ വേക്കൻസി ഉണ്ട്, 1 ലക്ഷം രൂപ മാനേജർക്ക് കൊടുത്താൽ എനിക്ക് ആ ജോലി കിട്ടും പറയും, എയ്ഡഡ് സ്കൂളിൽ. തന്ത ബുദ്ധിമോശം കാണിച്ച് ഇവനോട് പറഞ്ഞ് ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞ്, എന്ത് കണ്ടിട്ടാണ് ഞാൻ അവന് പൈസ കൊടുക്കണേ, അവൻ ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് എൻ്റെ മോളെ കെട്ടിയില്ലെങ്കിലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇവൻ്റെ ചുവട്ടിലെത്തണം, നേരിട്ട് പറഞ്ഞിട്ടില്ല. ഈ പണക്കാരങ്ങനെയല്ല, ആലോചിക്കട്ടെ പറയും. പിന്നെ ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 കടം ചോദിച്ചാൽ, നീ കുറച്ച് നേരത്തെ വന്നൂടാ, ഞാൻ ഇപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ടുള്ളൂ, ഇനി ഇവിടെ 1 ലക്ഷം ഇരിക്കുന്നുണ്ട്, അത് വേറെ ആൾക്ക് കൊടുക്കാനുള്ള, തരില്ല എന്ന് പറയില്ല, ഇവരുടെ അടുത്ത് ഇല്ലയെന്നും പറയില്ല. അങ്ങനത്തെ ഒരു മുതലാളിയാണ് ഈ പെണ്ണിൻ്റെ സന്ത. അപ്പോൾ ഇവർ 2000 കളിയെങ്കിലും കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവന് വാശി, എന്നെ അത്ര ഒരു വിലയില്ലാത്ത ആളാക്കിയില്ലേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു പുതിയ പണക്കാരൻ വന്ന് കുറേ സ്ഥലമൊക്കെ എടുത്ത് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആങ്ങളമാരും ഒക്കെ ഉള്ള ഇതാണ്, ഒക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവിടെ ഒരു മോളുണ്ട്. ഇവനൊരാളോട് ഇങ്ങനെ പറഞ്ഞ്,
ആ കുട്ടീനെ കെട്ടിച്ച് തരികയാണെങ്കിൽ 1 ലക്ഷം തന്നാൽ ആ കുട്ടീനെ ഞാൻ കെട്ടിക്കൊള്ളാം, എനിക്ക് മാഷിൻ്റെ ജോലിയും കിട്ടും പറഞ്ഞു. അപ്പം അതിനൊരു ഏജൻറ്റ് പോയി സംസാരിച്ചപ്പോൾ അവർക്ക് 100 സമ്മതമായി. കാരണം ഇവള് ഈ ഒറ്റ മോളെന്ന് പറഞ്ഞാൽ കളിക്കാരിയാണ്. അവള് അയൽവക്കത്തുള്ള ഒരാളായിട്ട് സ്ഥിരം ഒപ്പിക്കലുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അങ്ങനെയാണ് അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്. അവിടെയൊക്കെ വിറ്റിട്ട് എങ്ങനെയെങ്കിലും ഇവളൊരു സ്ഥാനത്താക്കി കൊടുക്കണം പറഞ്ഞാൽ അങ്ങനെ ഇവളെ കെട്ടി. അപ്പം പ്രേമ അവിടെ മൂഞ്ചി, 2000 കളി മൂഞ്ചി. അപ്പോൾ അവൾക്കും എന്തൊരു ടെൻഷൻ പോലെയൊക്കെ. അപ്പോൾ അവൾക്കൊണ്ട് ഡിഗ്രിയൊക്കെ കിട്ടി, PSC ഒക്കെ എഴുതുന്നുണ്ട്. ഇവൻ ജോലി കയറി, ഒരു 6 മാസം കൊണ്ട് അവൾ കളക്ടറേറ്റിൽ ജോലി കയറി. ഒരു 3 മാസം കൊണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞ്. 2000 കളി കളിച്ച പെണ്ണാണ് വേറെ ഒരുത്തൻ്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത് താലി കെട്ടിയത്. ഇവൻ കെട്ടി. ഇവൻ 2000 കളി കളിച്ച ആൾ പണക്കാരൻ്റെ മോളെയും കെട്ടി. ഈ ഭൂമിക്ക് ഒരു കുഴപ്പം പറ്റില്ല. അവരൊക്കെ സുഖമായിട്ട് ജീവിക്കണം. അതായത് കിട്ടണ ലാഭം ആ പ്രായത്തിലൊക്കെ അത്ര ഉള്ള. അല്ലാണ്ട് നമ്മൾ വലിയ എത്തിക്സും സദാചാരമൊക്കെ പറഞ്ഞ് നിന്നാൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ജീവിച്ച് പോകാം, അത്രേ ഉള്ളൂ. അപ്പം നമസ്കാരം.